പക്ഷേ പിന്നീട് ഞാനത് നോക്കുമ്പോൾ അതിനൊരു ക്യാരക്ടർ ലുക്ക് കിട്ടി ആ ഫോണിന്. മാത്രമല്ല അതിൻ്റെ ശബ്ദം, റിംഗ് ടോൺ ഭയങ്കര രസമാണ്. അതാണ് ആ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് അടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച നിമിഷങ്ങളുണ്ട്. സാറ് ശരിക്കും അത്രയും ക്രൂരത പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളായിട്ട് ടെൻഷൻ അടുപ്പിച്ചിട്ടില്ലേ എന്നുള്ളത് ഒരു സാധനം ഇപ്പോഴും അത് കാണാൻ പറ്റില്ല കേട്ടോ. സാർ, ദേവദൂതൻ ശരിക്കും ആ കാലഘട്ടത്തിൽ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതാണോ, അതായത് കാലത്തിന് മുമ്പേ വന്നുപോയൊരു സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നിയത്? അതൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കാലത്തിന് മുൻപാണോ ചെയ്യുന്നത്, കാലത്തിന് ശേഷമാണോ ചെയ്യുന്നത്, നേരത്തെ ഇനി ഞാൻ നേരത്തെ വന്നതാണോ, ബാക്കിയുള്ളൊരു നേരം വൈകിപ്പോയതാണോ, നമുക്ക് എനിക്ക് തന്നെ കുട്ടിയാത്തം കഴിഞ്ഞപ്പം 23 പടങ്ങളാണ് എൻ്റെ അന്വേഷിച്ച് വന്നത്. എൻ്റെ സങ്കടം ഓൺലി ഫോർ സിയാദ് കോക്കർ. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അറ്റ്ലീസ്റ്റ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അത് കിട്ടിയില്ല. അദ്ദേഹത്തിന് നഷ്ടം, സാമ്പത്തിക നഷ്ടം വന്നിട്ട് അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട്. ഷാജിക്ക് ഞാൻ 3 സ്ക്രിപ്റ്റ് എഴുതിയത്. ഒന്ന് പിറവി, ഒന്ന് സോം, പിന്നെ വാനപ്രസ്ഥം. ഇത് വളരെ പെയിൻഫുള്ളാണ്. എനിക്ക് സത്യനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന പോലെയല്ല ഷാജിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി. ഇയാൾ നേരെ എന്നെ കൊണ്ടുപോയി മുമ്പിൽ നിർത്തുന്നത് MTയുടെ മുമ്പിലാണ്. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ബിജു മേനോൻ്റെയും സംയുക്തയുടെയും പ്രണയം അവരതിന് മുമ്പ് തന്നെ ഏതൊരു സിനിമയിലാണ് അത് തുടക്കം കൊടുക്കുന്നത്. ഇതിലാണ് കമൽ സാർ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ പ്രണയം ആ സക്സസ് ആവുന്നതും പിന്നെ ഇതേ ബിജു മേനോൻ എൻ്റെ അച്ഛനായിട്ട് ഞാൻ ലളിത സുന്ദരത്തിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നതും അതിൻ്റെ കാരണക്കാരനായിട്ട് ബിജു മേനോൻ പിന്നീട് മാറുന്നതൊക്കെ എന്നെ വല്ലാതെ കോരിത്തരിപ്പിക്കുന്ന കാര്യങ്ങൾ. സാർ, ആദ്യത്തെ പടം സാർ ഡയറക്റ്റ് ചെയ്യുന്നത് 1 മുതൽ 0 വരെയാണ്. അതൊരു ഹോണ്ട് ചെയ്യുന്ന, ഇന്നും ആ പടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നൊമ്പരത്തോടു കൂടി മാത്രമേ. ഇപ്പോൾ ഇടയ്ക്ക് ടെലിവിഷനിൽ എൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണേണ്ടി വരുന്ന സമയത്ത് ഞാൻ ആ വഴിക്ക് അധികം പോവാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പടം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഹോണ്ട് ചെയ്യുന്ന ഒരു പടമാണ്. നമ്മൾ ഓരോ കോള് വരാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മനസ്സോടുകൂടി ആ അമ്മയുടെ മനസ്സിലേക്ക് നമ്മളിത് നമ്മുടെ മനസ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇങ്ങനെ പരുവപ്പെട്ട് വരുമ്പോൾ ഇതിനകത്തൊരു ലാഗ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇന്നത്തെ കാലഘട്ടത്തിലെ വാക്കാണ്. പക്ഷേ അന്ന് അത് അപ്രോച്ച് ചെയ്യുമ്പോൾ അതൊരു ഇപ്പോൾ ഒരു ക്ലാസിക്കൽ സിനിമയായിട്ടാണ് നമ്മളൊക്കെ അതിനെ കാണുന്നത്. അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അങ്ങനെയാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു തോട്ട് സാറിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഇത് ലാഗ് അടിക്കുമോ, ആൾക്കാർ ഇത് ബോറടിച്ച് കാണുമോ എന്നൊരു ഇതുണ്ടായിരുന്നോ അത് എഴുതുന്ന സമയത്തും സംവിധാനം ചെയ്യുന്ന സമയത്ത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമുക്ക് തിരക്കഥ എഴുതുന്ന സമയത്ത് ജീവിതത്തിൽ ലാഗിങ് ഇല്ലല്ലോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലാഗ് ചെയ്തോ എവിടെയെങ്കിലും വെച്ചിട്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. കാത്തിരുന്നിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ലാഗിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ റിയൽ ലൈഫാണല്ലോ നമ്മൾ ഫിലിമിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു കാഴ്ചയുടെ, ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ കാഴ്ചക്കാരനാകുമ്പോൾ ഒരു ടൈം സ്പാനിൽ ഇരുന്നു കൊണ്ട് നമ്മളത് കാണുമ്പോൾ നമുക്ക് ഈ അകത്ത് കംപ്രസ് ചെയ്തിരിക്കുന്ന സമയം നമുക്ക് ഭയങ്കരമായിട്ട് ലെങ്ത് ഫീൽ ചെയ്യും. അതാണ് സിനിമയുടെ ഇത്. അപ്പോൾ ഈ ആൾക്കാർക്ക് വേഗം പറ എന്നുള്ളൊരു ഓഡിയൻസ് ഉണ്ടാവും, നമുക്ക് തന്നെ ഉണ്ടാവും. റിയൽ ലൈഫിലും അത് സംഭവിക്കും. ചിലപ്പോൾ അധികം പെട്ടെന്ന് മനസ്സ് നമ്മുടെ മുമ്പേ സഞ്ചരിക്കും. ഈ വിഷ്വല് കാണുന്ന ഒരാൾ ആ വിഷ്വലിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അയാളുടെ ഉള്ളിൽ പ്രഡിക്ഷൻ വരും. ഏതൊരാൾക്കും വരും. ഒരു നായകൻ നടന്ന് ഒരു തോണി കയറി അങ്ങനെ പോകുമ്പോൾ അടുത്ത ഇതിൽ അയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓഡിയൻസിന് തോന്നും. അവൻ പ്രിഡിക്റ്റ് ചെയ്യും. അവൻ പ്രിഡിക്റ്റ് ചെയ്യാത്തൊരു വശത്തേക്കാണ് പോയി കഴിഞ്ഞാൽ ഇതെങ്ങോട്ടാണ് പോയതെന്ന് അറിയാനുള്ളൊരു ഇൻക്വിസിറ്റീവ് മൂഡ് വരും. ആ ഇൻക്വിസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ലാഗ് ചെയ്യില്ല. പക്ഷെ ഈ കാണുന്ന ആളും അനുഭവിക്കുന്ന ആളും അത് ഉള്ള ആളും ഒരേ ടൈം സ്പാൻ്റെ ഉള്ളിൽപ്പെട്ടിട്ട് നിന്ന് പോയാൽ ലാഗ് വരും. ഇതെങ്ങനെയാണ് എടുക്കുന്നത് എനിക്കറിയില്ല, ഞാൻ പറയുന്ന കാര്യം. അപ്പം ലാഗ് എന്ന് പറയുന്നത് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഞാൻ എഴുതുമ്പോൾ തന്നെ ഞാനൊരു പ്രേക്ഷകനുമാണ്, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സിനിമയ്ക്ക് ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, തലം കൊടുത്തിട്ടുണ്ട്. ചില സംവിധായകർ ചില പടങ്ങൾ ഇത്ര മണിക്കൂറോ ഇത്ര മിനിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ മിനിമം വേണം, ഇത് അപ്പുറത്തേക്ക് കയറിപ്പോലും ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ മനസ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ ലാഗ് ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് 1 മുതൽ 0 വരെ ഞാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ പ്രേക്ഷകനാണ്. അപ്പോൾ ഞാനതിൻ്റെ സമയബന്ധിതമായിട്ട് അങ്ങനെ പോകും.
പിന്നെ അവിടെ ഞാൻ ഇത് എങ്ങനെയാണ് അവസാനിക്കുക അതൊന്നും ചിന്തിക്കാറില്ല, അങ്ങനെ സംഭവിക്കും. പക്ഷേ ഈ കോള് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുമ്പോൾ കുട്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. കോൾ കുറച്ചുകൂടെ ടൈം ലാഗ് വരുമ്പോൾ നമ്മൾ ഓഫ് ഇത് വന്നിരുന്നെങ്കിൽ എന്നൊരു സാധനമുണ്ട്. അതെ, പക്ഷെ ആ ഡ്യൂറേഷനെ സാർ എങ്ങനെയാ അത് സംവിധാനം ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാ അത് കൃത്യമായിട്ട്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ടൈം കംപ്രഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട് സിനിമയിൽ. അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ശരിക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ടൈം കംപ്രഷൻ എന്ന് പറയുമ്പോൾ ചില സമയഖണ്ഡങ്ങളെ നമ്മൾ അതിൻ്റെ കൂടെ അത് കൃത്യ അളവിൽ കൊടുക്കാൻ സാധിച്ചാൽ അടുത്തത് എന്താണെന്നുള്ള എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് എന്നെ ആ ടെലഫോൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ചിന്തകളൊക്കെ എനിക്ക് വരാൻ കാരണം ഞാൻ തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലും എന്നെ സഹായിച്ച ജിജു ആണ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ജിജു ഒരു ദിവസം ഷൂട്ടിങ്ങിനിടയിൽ ഞങ്ങൾക്കൊരു ടെലഫോൺ വേണമല്ലോ. സാധാരണഗതിയിൽ ഇപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബ്ലാക്ക് ടെലഫോണാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഞാനത് ഉപയോഗിക്കാതിരുന്നത് കാരണം എനിക്കൊരു സ്പെഷ്യൽ ടെലഫോൺ വേണമായിരുന്നു. ആ ടെലഫോൺ അതിനകത്തൊരു ക്യാരക്ടറാണ്. ചില ഓബ്ജക്റ്റ് നമുക്കൊരു ക്യാരക്ടറായി സങ്കല്പിക്കാൻ പറ്റില്ല. ഈ പ്രകൃതിയിലെ ചില അവസ്ഥകളോ ചില ആംബിയൻസോ നമുക്കൊരു ക്യാരക്ടറാക്കാം. മഴ, വെയിൽ, കാറ്റ്, ഇതൊക്കെ ക്യാരക്ടറായിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു അചേതന വസ്തുവിനെ ക്യാരക്ടറാക്കണമെങ്കിൽ എന്തെങ്കിലും കോമൺ അല്ലാത്തൊരു ആണെങ്കിൽ മാത്രമേ അത് എളുപ്പമായിരിക്കും കുറച്ചും കൂടി. നമുക്കൊരു മല കാണിച്ചിട്ട് നമുക്കൊരു ഭീതിയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് വെച്ച് എളുപ്പമല്ല. ജിജു ആയതൊക്കെ എപ്പോഴോ എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിൽ പോയതെന്ന് തോന്നുന്നു. അപ്പോൾ ജിജോയുടെ മനസ്സിലും ഈ സാധനം ഉണ്ടല്ലോ. ഞാൻ ജിജോയോട് സംസാരിക്കുക, എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജിജോ എനിക്ക് വരുന്ന വഴിയിൽ അവിടുന്ന് ഒരു ടെലഫോൺ വാങ്ങിച്ചു, ഒരു മാർബിളിൻ്റെ ഇതിൽ. ആദ്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത്ര രസിച്ചില്ല അത്. പക്ഷേ പിന്നീട് ഞാനത് നോക്കുമ്പോൾ അതിനൊരു ക്യാരക്ടർ ലുക്ക് കിട്ടി ആ ഫോണിന്. മാത്രമല്ല അതിൻ്റെ ശബ്ദം, റിംഗ് ടോൺ ഭയങ്കര രസമാണ്. അതാണ് ആ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഫോണിൻ്റെ ശബ്ദമല്ല. അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ജിജോ എനിക്ക് കണ്ടുപിടിച്ചു. ജിജോ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു പെഡൽ പോലുള്ളൊരു സാധനം, ബ്യൂട്ടിഫുൾ ആയിരുന്നു. മാർബിൾ പീസാണ് അത്. ടൈം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് മനോഹരമായിട്ട് ഷോർട്സ് എടുത്തതെന്നു ഷാജി ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ അവിടെയൊക്കെ ഞങ്ങളതായ മെത്തേഡിലാണ് ഷോട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക. ടെലഫോണിന് തോന്നും അതിലൊരു ഭാഗത്ത് ഞാനിപ്പോൾ അടിക്കുന്നു, നമ്മളിപ്പോൾ വീണ് പോകുന്നൊക്കെ തോന്നുന്നില്ലേ നമ്മൾക്ക് തന്നെ. അതേപോലെ അതൊന്ന് അടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച നിമിഷങ്ങളുണ്ട്. സാറ് ശരിക്കും അത്രയും ക്രൂരത പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളായിട്ട് ടെൻഷൻ അടുപ്പിച്ചിട്ടില്ലേ എന്നുള്ളത് ഒരു സാധനം ഇപ്പോഴും അത് കാണാൻ പറ്റില്ല കേട്ടോ ആ അവസ്ഥയിൽ. പടങ്ങളിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇപ്പോൾ സത്യനന്ദിക്കാട് സാറുമായിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പിൻഗാമിയിലെത്തി നിൽക്കുന്ന സമയത്ത് ഇത് വേറൊരു സാധനമാണ്. അതായത് നമ്മൾ അതുവരെ കാണാത്ത ഒരു നറേഷൻ. ഒരുപക്ഷെ ഞാൻ സർവകലാശാലയൊക്കെ കാണുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ഫീലാണ് ഈ പിൻഗാമിയിൽ ഉണ്ടായത്. അത് മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റൈലും കൂടെ ഉണ്ട്. ഈ പിൻഗാമിയുടെ എഴുത്ത് ഉള്ളിലിങ്ങനെ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഇല്ലെങ്കിൽ എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് നമ്മൾ രണ്ടാമത് വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവണേ. അത് രണ്ടാമതും മൂന്നാമതും ഒക്കെ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം നമുക്ക് ക്ലൈമാക്സ് അറിഞ്ഞതിന് ശേഷം ചില സിനിമകൾ വീണ്ടും കാണുന്നത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. അത്തരം ഒരു സിനിമയാണ് പിൻഗാമി. പിൻഗാമിയുടെ ആ കഥ വരുമ്പോഴും അത് തിരക്കഥയിലാണ് അതിൻ്റെ ഗുട്ടൻസ് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റൈൽ, രചന രീതി? പിൻഗാമി ഒരിക്കലും ഞാൻ കഥ പറയുമ്പോൾ സത്യൻ അത് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യൻ്റെ അതുവരെയുള്ള രീതികളൊക്കെ വേറെയാണ്. ഞാൻ കൂടെ വർക്ക് ചെയ്തപ്പോഴും അതന്നെ. സത്യൻ ഇങ്ങനൊരു പ്രോജക്റ്റ് എൻ്റെ അടുത്ത് പ്രണവം ആർട്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ഇനി ഒരു കഥ തരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സത്യൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പറയുമല്ലോ, ഒരു കഥ പറയുമല്ലോ. അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു കഥയുണ്ട്, കുമാരേട്ടൻ പറയാത്ത കഥ. അപ്പം ഞാൻ ആ സമയത്തൊക്കെ മിക്കവാറും എൻ്റെ മനസ്സിലുണ്ടാകുന്ന കഥകളൊക്കെ സത്യനോട് പറയും. താറാവ് ഷൂട്ടിംഗ് സമയത്താണ് മഴവിൽക്കാവടിയിലെ കഥയുടെ ഫസ്റ്റ് എലമെൻ്റ് ഞാൻ സത്യനോട് പറയും. എങ്ങനെ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് സത്യനോട് ഞാൻ പറയാറുണ്ട് കഥ. വീട്ടിലെ അമ്മയോട് പറയും ആദ്യമൊക്കെ, അനിയത്തിയോട്, ഏട്ടന്മാരോട്. അതായത് മൂത്തേട്ടൻ, അനിയൻ അത്ര ആ സമയത്തൊന്നും അത്ര കഥ കേട്ട് അങ്ങനെ വരുന്ന അവസ്ഥ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് സത്യം മഴവിൽക്കാവടി എടുക്കുന്നത്. അതേപോലെ ഞാൻ ഈ സത്യനോട് പറഞ്ഞൊരു കഥയാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയാണ് കുമാരേട്ടൻ പറയാത്ത കഥ. അപ്പം ഞാൻ വെറുതെ അത് സത്യനോട് പറഞ്ഞു.
സത്യന് ചില സാധനം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. സത്യം പറഞ്ഞു രഘുത് എഴുതണ്ട, പബ്ലിഷ് ചെയ്യാൻ കൊടുക്കണ്ട, നമുക്ക് സിനിമയാക്കാൻ തോന്നും. അങ്ങനെയാണ്. അപ്പം വൺസ് നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റ് ചിന്തിക്കുന്നു പറഞ്ഞ മാതിരി അപ്പോഴാണ് ഞാനത് ചിന്തിക്കുന്നത് കൂടുതലും. അങ്ങനെ ഞാൻ സത്യൻ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ തന്നെ മുഴുകിയിരുന്നു. ദിവസവും എഴുതും. എനിക്ക് തോന്നുന്നു 15-20 ദിവസം എടുത്തിട്ടുള്ളൂ ഞാൻ ഷൂട്ട് കംപ്ലീറ്റ് എഴുതാൻ. സത്യം വരും, വായിക്കും, ഭയങ്കര ത്രിൽഡാവും, തിരിച്ചു പോകും. പിന്നെ ചെറിയ തോതിലൊക്കെ ഒന്ന് മിനുക്കണ്ടി വന്നിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്കത്. അതും ഇതേമാതിരി ഒരു വല്ലാത്തൊരു ഹോണ്ടിങ് ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടൊന്നും എഴുതിയൊന്നല്ല, അതൊരു ഫ്ലോ ആയിരുന്നു എനിക്ക്. പക്ഷെ അതിൽ ആ കുമാരേട്ടൻ സാറിനെ ഒരുപാട് കാലം പിന്തുടർന്നിട്ടുണ്ടോ? കുമാരേട്ടൻ ക്യാരക്ടർ, പിന്നെ തിലകൻ്റെ ക്യാരക്ടർ, പിന്നെ എനിക്ക് ഏറ്റവും അധികം വല്ലാണ്ട് ഫീൽ ചെയ്തത് ആ ക്യാരക്ടറാണ് കുമാരേട്ടൻ എന്ന ക്യാരക്ടർ. എനിക്ക് അത് ഇനിയും ഇലാബറേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ വേണ്ടാന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതിലെ എനിക്ക് പാർട്ട് വേണമെങ്കിൽ ആലോചിക്കാം സാർ. എനിക്ക് അതിലെ ഒരു സീക്വൻസ് ഉണ്ട്, അത് സത്യം ചെയ്തൊക്കെ മനോഹരമായിട്ടുണ്ട്. കുമാരേട്ടൻ്റെ ഒരു ഇല്യൂഷനാണ് അത്. കുമാരേട്ടൻ വീണ്ടും വന്നതായിട്ട് അവന് തോന്നുന്നു. അനിയത്തി കുട്ടീനെ കിട്ടുന്ന സമയത്തുള്ള അവൻ്റെ അതൊക്കെ സത്യൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് ഇൻവോൾവായ ഷൂട്ടിംഗ് ആണത്. രസമായിരുന്നു അതൊക്കെ. പിന്നെ ഓഫ് കോഴ്സ് ലാലിൻ്റെ ഒരു ബിഹേവിയർ ഉണ്ട് നമ്മുടെ അതിനകത്ത്. ക്യാരക്ടർ അല്ലാതെ തന്നെ ഷൂട്ടിംഗ് സമയത്ത് ലാൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ലാൽ എന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് കൂട്ടിക്കൊണ്ടേക്കളെ അവൻ്റെ ഹോട്ടലിലേക്ക്, അവൻ്റെ റൂമിൽ താമസിപ്പിക്കും. അപ്പോൾ ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നിട്ടില്ല ആ സ്ക്രിപ്റ്റിലൊന്നും. പിന്നെ ഷൂട്ടിംഗ് സമയത്ത് കറക്ഷൻ അങ്ങനെ എന്താ ഉണ്ടാകും, അങ്ങനെയൊന്നും ഉണ്ടായില്ല. സത്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ വെച്ചാൽ സത്യൻ അതിൽ ത്രൂ ഔട്ട് മുഴുകും. സത്യൻ വളരെ കഷ്ടപ്പെട്ടെടുത്ത പടമാണ്. അതിന് അതേപോലത്തെ ഒരു പടം വേറെ സത്യൻ ആ ജോണറിലില്ല. ഇല്ല. അത് ഞാൻ പറഞ്ഞത് വേണുനാഗവള്ളി സാറിൻ്റെ സർവകലാശാലയിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ടാണല്ലോ. അതിൽ കണ്ടൊരു മൂഡും അതിലൊരു ക്യാരക്ടറിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ക്യാരക്ടറിന് മോഹൻലാൽ അത് ചെയ്യുന്ന സമയത്ത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതിനകത്ത്. അത് ആ ഐഡൻറ്റിറ്റി ഫുള്ളായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരിടത്തും മാറിപ്പോകുന്നില്ല. അപ്പോൾ അത് ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി ഒരുപാട്, ചിലപ്പോൾ ഷൂട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, പക്ഷെ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി ആ സാധനം മൊത്തം ഒരു മൂഡിൽ ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ഈ 2 സിനിമകളും തമ്മിൽ കമ്പയർ ചെയ്യിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്. സർ, പിന്നെ വേറിട്ട എഴുത്തുകളിലൊന്നാണ് ദേവദൂതൻ. സിന്ദൂരരേഖയിലും സിബി മലന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സിന്ദൂരരേഖ വേറെ സംസാരിക്കേണ്ട ഒരു പടമാണ്, ഒരുപക്ഷെ വേറൊരു തരത്തിലാണത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ദേവദൂതൻ ആ കാലഘട്ടത്തിൽ തിയേറ്റർ സക്സസ് ആയിട്ടില്ല. ദേവദൂതൻ പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുകയും പിന്നെ അതിൻ്റെ മ്യൂസിക്കൽ സാധനങ്ങൾ, വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കൊക്കെ അസാധ്യമായിട്ട് വന്നിട്ടുള്ളൊരു പടമാണ്. സർ, ദേവദൂതൻ ശരിക്കും നമുക്ക് അന്ന് ആ കാലഘട്ടത്തിൽ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതാണോ, അതായത് കാലത്തിന് മുമ്പേ വന്നുപോയൊരു സ്ക്രിപ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കാലത്തിന് മുൻപാണോ ചെയ്യുന്നത്, കാലത്തിന് ശേഷമാണോ ചെയ്യുന്നത്, ഞാൻ നേരത്തെ വന്നതാണോ, ബാക്കിയുള്ളൊരു നേരം വൈകിപ്പോയതാണോ, നമുക്ക് എന്തായാലേ. ദേവദൂതൻ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ വന്നിട്ട് റിലീസ് ചെയ്യാണോ, കാണേണ്ട പ്രേക്ഷകർ മുഴുവൻ ഒരു 10 വർഷത്തിന് പിറകിലാണോ നിൽക്കുന്നതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സിനിമകൾ അല്ലെങ്കിൽ ചില ഇതിലൊക്കെ ചില മാസ് അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഒന്നിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരുപാട് എലമെൻറ്റുകൾ ഉണ്ടാവാം. നമ്മുടെ സെലക്ഷനിൽ വരുന്ന കുഴപ്പമാവാം അത്. ഇപ്പം ദേവദൂതൻ മുഴുവൻ പുതുമുഖങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പം ഐഡൻറ്റിഫൈ ആവുന്ന ഒരാളും അതിനകത്ത് ഉണ്ടാവില്ല. അങ്ങനെ സക്സസ് ആയ ഒരുപാട് പടങ്ങളുണ്ട് പുതുമുഖങ്ങൾ മാത്രം വെച്ച്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ മദ്രാസിൽ ഞാൻ ആദ്യകാലത്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു പടം സൂപ്പർ ഹിറ്റായിരുന്നു, ഒരു തലൈ രാഗം. ഒരു തലൈ രാഗത്തിൽ എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ഒരു തലൈ രാഗത്തിനെ പറ്റിയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അത്രയും സക്സസ് ഒരു പടം. അത് വളരെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷെ എല്ലാം പുതുമുഖങ്ങളാണ്. അതിൽ വന്ന ആ പടത്തിൽ വന്ന ഒരാൾ ആണെന്ന് തോന്നുന്നു നമ്മുടെ രവീന്ദ്രനൊക്കെ, പഴയ രവീന്ദ്രൻ. അപ്പം
അതേപോലെ ചിലപ്പോൾ നമ്മൾക്ക് സംഭവിച്ചുകൂടായില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞാൻ പറയാം, സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറയാൻ പറ്റില്ല. ഒരു നിർമ്മാതാവ് വേണം, ഒരു സംവിധായകൻ വേണം, അതിനൊരു ബാക്ക് ടെക്നീഷ്യൻസൊക്കെ വേണം. പക്ഷെ ആരെങ്കിലും ഒരാൾക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? ഇപ്പോൾ 3D സിനിമ, കുട്ടിയാത്തൻ സിനിമ നവോദയക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. അവർക്ക് ധൈര്യമാണ്. ഇത്രയും ധൈര്യമുള്ളൊരു ടീമിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ സിനിമ ലൈഫിൽ. അവരെന്തും, അത് ജിജോയുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഇപ്പോഴും വേണമെങ്കിൽ ജിജോയുടെ ഉള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആർക്കറിയാത്തത് കൊണ്ടാണ്. പിന്നെ പ്രായം വരും, നമ്മൾക്ക് വരും. പക്ഷേ എന്നാൽ ആ ടീം അസാധ്യ ടീമാണ്. ആ നവോദയയിൽ ജിജോ 3D എടുത്തില്ലായിരുന്നെങ്കിൽ ഒരാളും എടുക്കില്ല. ഇന്നും ഇന്ത്യൻ സിനിമയിൽ 3D ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് തുറന്ന് വിട്ടപ്പോഴേ എത്ര 3Dകളാണ്. എനിക്ക് തന്നെ കുട്ടിയാത്തം കഴിഞ്ഞപ്പം 23 പടങ്ങളാണ് എൻ്റെ അന്വേഷിച്ച് വന്നത്. ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു പടം ഞാൻ തുടങ്ങി, ഞാൻ പിന്നെ വഴിയിൽ നിന്ന് വിട്ടുപോയി. കാരണം അവർക്കൊന്നും അറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്, എന്താണ്. ഇപ്പം 3D ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഞങ്ങളുടെ സെല്ലുലോയിഡ് ഫോർമാറ്റിൽ ആരും എടുത്തിട്ടില്ല. പിന്നീടൊന്നും അത്ര പടങ്ങളൊന്നും വന്ന പടങ്ങളൊന്നും ഓർമ്മ അങ്ങനെ വല്ലത് വന്നിട്ടൊന്നും ഇവിടെ എത്തിയിട്ടില്ല. എളുപ്പമല്ലായിരുന്നു. ഇപ്പം നമുക്ക് 2 ഡയമെൻഷൻ എടുത്തിട്ട് 3D കൺവേർട്ടൊക്കെ ചെയ്യാം. ആ ടെക്നോളജി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഞാൻ കുട്ടിച്ചാത്തലിലെ 3 ഡയമെൻഷണൽ എഫക്റ്റ് ഒരു പടങ്ങൾക്കും ഞാൻ കണ്ടില്ല. ഇപ്പം എനിക്ക് അടുത്ത ചില ഇയാളുടെ പടങ്ങളൊക്കെ, നോളൻ്റെ പടങ്ങളും മറ്റേ പടങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതൊന്നും ഇപ്പോഴത്തെ കാലത്തേക്കൊന്നും അന്നത്തെ ഇതിൽ നമുക്ക് കമ്പയർ ചെയ്യുന്ന അർത്ഥമില്ല. അപ്പോഴേ ഇത് ദേവദൂതൻ നമ്മൾ സംസാരിച്ചു. ദേവദൂതൻ്റെ ഇതിൽ അന്നത് എന്തുകൊണ്ട് മാസ് അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നും പറയാൻ ജനങ്ങൾക്കേ അറിയാം, അന്നത്തെ ജനങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, എന്തുകൊണ്ട് 30 വർഷം ശേഷം 20 വർഷം ശേഷം അതിനെ സംസാരിക്കുന്നു? അന്ന് വേറെ കാരണങ്ങളുണ്ടാവാം. ഏതെങ്കിലും ഓബ്ജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റോ അതൊന്ന് വിട്ടു നിൽക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ ആരുടെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ അപ്പിയറൻസ് ആയിരിക്കും. പക്ഷേ ലാലിൻ്റെ ക്യാരക്ടറായിരിക്കാം ചിലപ്പോൾ. ലാൽ ഉണ്ടാക്കിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അവൻ്റെ ഒരു സ്റ്റാർഡം ആയിരിക്കാം. അറിയില്ല, എനിക്കറിയില്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സ്റ്റാർഡം കണ്ടിട്ടാണോ ആൾക്കാർ സിനിമ കാണുക? അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോൾ ഒരു ഹോളിവുഡ് ആക്ടർ, ഹോളിവുഡിലൊക്കെ അങ്ങനെ നടക്കുമോ? ഇയാൾ മറ്റേ ആൾ വലിയ സൂപ്പർ സ്റ്റാറാണ്, ഈ പടം ചെയ്തത്, അങ്ങനെ സ്റ്റാർഡം ഉണ്ടോ? ഇല്ല. അവിടെ കമ്പനി നോക്കാറുണ്ട്. പക്ഷേ ഉണ്ടാവായിരിക്കും. എനിക്ക് അത്രേ അറിയുള്ളൂ അതിനെ പറ്റിയിട്ട്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അതൊരു നല്ല വർക്കായിരുന്നു സിബി വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്ത് എടുത്താണ്. പിന്നെ നമ്മുടെ സിയാദ് കോക്കറിൻ്റെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ അതിനേക്കാൾ ഉപരി പറയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്, വിദ്യാസാഗറിൻ്റെ മ്യൂസിക്. വിദ്യാസാഗർ എന്താണോ മനസ്സിൽ കാണുന്നത് അതിനപ്പുറത്ത് കാണും മ്യൂസിക്കിൽ. ഞാൻ പറയില്ല, സംഗീതത്തിൻ്റെ രാജാവാണെന്നൊക്കെ പറയുന്ന എലമെൻ്റൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എലിവേറ്റഡ് ആയിട്ടുണ്ടാവാം, അറിയില്ല. പിന്നെ തുടക്കത്തിൽ എന്തൊരോ മഹാനുഭാവലു എന്നുള്ള അതിൻ്റെ കീർത്തനമുണ്ട്. ഞാൻ ശരിക്കും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ക്ഷീരസാഗര ശയന എന്നുള്ള കീർത്തനമാണ്. അതാണ് ഞാൻ സ്ക്രിപ്റ്റിലും സജസ്റ്റ് ചെയ്തത്. കാരണം ക്ഷീരസാഗര ശയന എന്നുള്ള മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം പോലെയാണ് ഈ വിശാൽ കൃഷ്ണമൂർത്തിയെ ഞാൻ സങ്കല്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് സിംഫണിയാണ് അതിൽ ഞാൻ ഉദ്ദേശിച്ചത്. ബേസിക് സിംഫണിയാണ് അതിനാ ടൈറ്റിൽ തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്നേക്കാൾ ജ്ഞാനം സംഗീതത്തിൽ എത്രയോ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് എന്തൊരോ മഹാനുഭാവലും എന്നുള്ള കീർത്തനത്തിലേക്ക് പോയത്. അതും വളരെ മനോഹരമായിട്ട് അസാധ്യ സിംഫണി ആയിട്ട് അദ്ദേഹം ചെയ്തു. ക്ഷീരസാഗര ശയനക്കൊരു പക്ഷേ ആ സിംഫണി അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ നോളജാണ് വാസ്തവത്തിൽ. അദ്ദേഹം ഈസി ആയിട്ടത് എന്തൊരോ മഹാനുഭാവലിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അസാധ്യ മ്യൂസിഷ്യൻ അല്ലേ? എന്താണത്? എന്തൊരു മെലോഡിയസ് ആയിട്ടാണ് അദ്ദേഹം ആ പടം ചെയ്തത്. പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ്, അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് എല്ലാം വളരെ വളരെ അങ്ങേയറ്റത്തായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ക്രിപ്റ്റ് അതൊരു സൂപ്പർ ഹിറ്റ് മൂവി ആയോ ഇല്ലയോ എന്നുള്ളതല്ല, അത് അത്രയും പേര് കണ്ടതല്ല. എൻ്റെ സങ്കടം ഓൺലി ഫോർ സിയാദ് കോക്കർ. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അറ്റ്ലീസ്റ്റ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട്.
അദ്ദേഹം അതിന് ശേഷം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, വല്ലോണം വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അടുത്തൊരു സിനിമ അദ്ദേഹത്തിന് എഴുതി കൊടുക്കാൻ പോലും തോന്നാത്ത അവസ്ഥയായി. കാരണം എൻ്റെതായ ഒരു തെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കുറ്റം കൊണ്ടോ അദ്ദേഹത്തിന് പരാജയം വേണ്ട എന്ന് ഞാൻ അങ്ങ് മനസ്സുകൊണ്ട് വെച്ചു. ഞാൻ പിന്നെ എഴുതിയിട്ടേ ഇല്ല, സാറിന് വേണ്ടി എഴുതിയിട്ടില്ല. അത് അതേപോലെ എനിക്കറിയാം സിബിക്കും വിഷമം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു വിഷമവും സങ്കടമോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അതിൻ്റെ കൊണ്ട് ജീവിതത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല. എനിക്ക് പുതിയ എന്തെങ്കിലും അത് ഒരു പക്ഷേ വളരെ സക്സസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറെ പടങ്ങൾ ഞാൻ എഴുതി വരും. പക്ഷെ അതൊന്നും എൻ്റെ മോഹഭംഗത്തിനൊന്നും അതില്ല. ഞാൻ എഴുതി ചെയ്തു കൊടുത്തു. ഇപ്പോഴത് പിന്നീട് അത് ഇവിടെ എപ്പം പടത്തിൽ തിയേറ്ററിലോ അല്ലെങ്കിൽ മറ്റേ ചാനലിലൊക്കെ വരുമ്പോഴും എനിക്ക് മെസ്സേജുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും എനിക്ക് ഏതെങ്കിലും ചാനലിൽ ഈ പറയുന്ന പടങ്ങൾ പൊന്മുട താറാവ് മുതൽ 1 മുതൽ 0 വരെ മുതൽ എപ്പോൾ റിലീസ് ആകുമ്പോൾ മിനിമം ഒരു 10-20 മെസ്സേജ് എനിക്ക് വരും, ഇപ്പോഴും വരുന്നു. പിന്നെ ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന PGക്ക് പഠിക്കുന്ന കുട്ടികൾ അവർ ചോദിക്കുന്ന മുഴുവൻ ഈ പടങ്ങളെ പറ്റിയിട്ടാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷെ അത് രസമുണ്ട്. പൊതുവെ ക്ലാസിക് റേഞ്ചിലൊക്കെ പെടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് സർ ഷാജിൻ കരുണിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു വലിയ റിസൾട്ട് എന്ന് പറയുന്നത് വാനപ്രസ്ഥമാണ്. വാനപ്രസ്ഥം ഒരുപാട് സ്ഥലങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഉണ്ട് ആ പടം എഴുതാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ സാറിന് അത്തരം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, അതേ പടത്തിന് വേണ്ടിയിട്ടാണോ പഠിച്ചത് കലാരൂപത്തെ, കഥകളി? അതിലും ഞാൻ പറയുന്നത് ഷാജിക്ക് ഞാൻ 3 സ്ക്രിപ്റ്റ് എഴുതിയത്. ഒന്ന് പിറവി, ഒന്ന് സ്വം, പിന്നെ വാനപ്രസ്ഥം. 2 സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചതിന് വേണ്ടാന്ന്. ഇത് വളരെ പെയിൻഫുള്ളാണ്. എനിക്ക് സത്യനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന പോലെയല്ല ഷാജിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത്. സത്യൻ്റെ സ്ക്രിപ്റ്റിനും ഉണ്ട് പെയിൻ, 100% വിഷമ അനുഭവം. പക്ഷേ ഇത് മറ്റേത് ഡീപ്പ് പെയിനാണ്. നമ്മളത് കുറേ കാലം ഹോണ്ട് ചെയ്യും. വാനപ്രസ്ഥത്തിൽ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. 9 മാസത്തോളം ഷാജി എന്നെ കാത്തിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. 9ാമത്തെ മാസം ഷാജി എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ വൈഫാണ്, സ്മിത എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ് പറയുന്നത് ഒന്ന് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ അവളുടെ ഒരു പ്രഷർ കിട്ടിയപ്പോഴാണ് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നു ഷാജിയോട്. ഷാജി എനിക്ക് ആ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് തന്നു. അതിൽ ചില സ്ഥലത്തൊക്കെ ഞാൻ അത്യാവശ്യം പഠിച്ചു വെച്ച ഹൃദയസ്ഥമാക്കിയ ഈ കഥകളി സംഗതികളൊക്കെ ഞാൻ സൂചിപ്പിച്ചു വെച്ചു. മനസ്സിലായില്ല. പക്ഷെ എടുക്കുന്നത് ഷാജിയല്ലേ, മനസ്സിലായാ പറഞ്ഞത്? അത് വേറെ സ്കൂളല്ലേ. പിന്നെ ഷാജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷാജിനെ കേട്ടാൽ മതി. കേട്ടിട്ട് അത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഷാജിക്ക് അത് മനസ്സിലാവും. ഷാജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു കുറിപ്പ് മതി, ഒരു കടലാസ് മതി. ഞാൻ ചില സിനിമകളൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ മംഗലം വീട്ടിൽ മാനശേശ്വരി ഗുപ്ത, സ്വപ്നം കൊണ്ട് തുലാഭാരം, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ സ്കിപ്പ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ മധുരനൊമ്പരക്കാറ്റ് പറയുന്ന ഒരു എന്ത് ഫീലാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സിനിമയുണ്ട്. അതൊരു പക്ഷേ ഞാനൊക്കെ ഈ പ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ച ഒരു പ്രൊഡക്ഷനാണ്. ഇത് എങ്ങനെയാണ് ഒരു കാറ്റ് നമ്മുടെ മനസ്സിൽ ആദ്യം മുതൽ അന്ത്യം വരെ ഒരു പ്രൊഡക്ഷനിൽ എങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതും, അത് ഏതൊക്കെ തരത്തിൽ ഫീൽ ചെയ്യാം, അത് എങ്ങനെയൊക്കെ വന്യമാകാം, അതൊരു കഥയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആ തോട്ടും ഈ കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഒരു തിരക്കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. എഴുതി വെക്കണമല്ലോ, ഇത് എഴുതി വെച്ചാലാണല്ലോ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുക. കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല തിരക്കഥാകൃത്തിന്, അത് കഥയ്ക്കേ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയായിരുന്നു സാർ അതിൻ്റെ ഒരു വർക്ക്? കോളേജിൽ പഠിക്കുമ്പോൾ, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതണം. പിന്നെ അന്ന് ഇന്നത്തെ NFDC ഉണ്ടല്ലോ, NFDCക്ക് മുൻപൊരു FFC ഉണ്ടായിരുന്നു, ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ. ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ പേപ്പറിൽ വായിച്ചു. ഒരു അഡ്വർടൈസ്മെൻറ്റ് ന്യൂസാണ്. അവർ തിരക്കഥകൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഫണ്ട് കൊടുക്കുന്നു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അപ്പം ഞാൻ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തു. കോളേജിൽ പഠിക്കുമ്പോഴാണ്, ഫസ്റ്റ് ഡിഗ്രിക്ക് ഞാനൊരു മനസ്സിലൊരു കഥയുണ്ടാക്കി.
ഒരു സ്കൂൾ മാഷിൻ്റെ കഥ. ഉം. ഞാൻ എഴുതാൻ തുടങ്ങി സ്ക്രിപ്റ്റ്. NFDCക്ക് എഴുതി, FFCക്ക് എഴുതിയിട്ട് അതിൻ്റെ ബുക്ക് ലിറ്ററേച്ചർ വാങ്ങിച്ചു, അപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു. അപ്പോൾ വലിയൊരു ബണ്ടിൽ അപ്ലിക്കേഷൻ ഫോം എനിക്ക് വന്നു, കുറേ പേജസൊക്കെ ആയിട്ട്. ഞാൻ അത് ഇടയ്ക്കൊക്കെ വായിക്കും. എന്നിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി, കംപ്ലീറ്റ് ചെയ്തു. ആ സ്ക്രിപ്റ്റ് ആദ്യം കൊടുക്കുന്നത് MT വാസുദേവനാർക്കാണ്. ആ. വാസുവിനോട് എനിക്കുള്ള ബന്ധം അന്ന് വരുന്നത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് മുതലേ മാതൃഭൂമി വാരികയിൽ കഥകൾ എഴുതുമായിരുന്നു. അതിനു മുമ്പ് ഞാൻ മാതൃഭൂമി ബാലപംക്തിയിൽ കഥകൾ എഴുതും. ബാലപംക്തി കഥ എഴുതി കഴിഞ്ഞ് ഫസ്റ്റ് SLC കഴിഞ്ഞപ്പോൾ ബാലപംക്തി ഞാൻ ഔട്ടായി. അപ്പോൾ ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാനൊരു കഥ എഴുതി ബാലപംക്തിയിലേക്ക് അയച്ചു. അപ്പോൾ അതിൽ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞാൽ കുട്ടേട്ടനായിട്ട് നിൽക്കുന്ന മാഷ് എനിക്ക് എഴുതി, നീ ബാലപംക്തിയിൽ നിന്ന് പുറത്തേക്ക് പോയി, ഇനി നിന്നെ ബാലപംക്തിയിൽ വേണ്ട, എടുക്കൂല. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്, ഈ കഥ നീ വേറെ വാരികയ്ക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏത് വാരികയ്ക്ക് അയക്കേണ്ടെന്ന് അറിയില്ല. കുഞ്ഞുണ്ണി മാഷെ പറ്റി കേട്ടിട്ടുണ്ടാവണം നിങ്ങൾ, അല്ലേ? കേട്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷ് എനിക്ക് ചന്ദ്രിക വാരികയ്ക്ക് അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ചന്ദ്രിക വാരികയ്ക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടു പുസ്തകം. അത് കുറേ കഴിഞ്ഞിട്ടും എനിക്ക് മറുപടി കിട്ടാത്തപ്പോൾ അന്നത്തെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ നമുക്കൊരു അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഞാൻ അവിടെ ചെന്ന് എഡിറ്ററെ കണ്ടു. അപ്പോൾ എഡിറ്റർ പറഞ്ഞു ഇതിവിടെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ആ ബോക്സിലല്ല ഇടേണ്ടത്, വേറൊരു ബോക്സിലായിരുന്നു ഇടേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ബോക്സിൽ ഇടുകയാണ് ചെയ്തത്, ലെറ്റേഴ്സ് എന്നുള്ളൊരു ബോക്സിലിട്ടു. അന്നത്തെ ഒരു വിവരം അത്രയൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എഴുതി ഒന്നും കൂടെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 2 കഥയുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് ആ പകർത്തി എടുത്തിട്ട് വേഗം തിരിച്ചു വരുമ്പോഴേക്കും വൈകുന്നേരം ആകുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിനടുത്ത് എത്തി. കാനേഷ് പുനൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈസ് എ വെരി ഗുഡ് റൈറ്റർ. അദ്ദേഹം ആ കഥ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു. ഈ സ്കൂളിലൊക്കെ പോയിട്ട് മാഷ് പുറത്തിരിക്കുന്ന മാതിരി. അപ്പോൾ അവിടെ ഒരു ബെഞ്ചുണ്ട്, ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആ 2 കഥയും പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേ ആ കഥ ഞാൻ പുറത്ത് പോയി ആ കഥ പബ്ലിഷ് ചെയ്തു. പിന്നെ ഞാൻ ഇവർക്കാണ് കൊടുക്കുക, ചന്ദ്രയ്ക്കാണ് അയക്കുക. അങ്ങനെ ആദ്യത്തെ കഥയ്ക്ക് എനിക്ക് 5 രൂപയോ 3 രൂപയോ പ്രതിഫലം കിട്ടി. പോസ്റ്റ്മാൻ മണിയോട് തന്നു. അതിൽ ഞാൻ 1 രൂപയോ കുറേ പൈസ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ 1 രൂപ അമ്മ ബാലൻസ് തന്നു. എന്നോട് പറഞ്ഞു നീ എന്താ വാങ്ങുന്നത്? ഞാൻ പോയിട്ട് എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് 3-4 കഥകൾ, അതിൽ കുറച്ച് കഥകളൊക്കെ വരാൻ തുടങ്ങിയ ശേഷം എന്നോട് ഒരു കഥ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഡിറ്റർ തന്നെ കാനേഷ് പുനൂർ പറഞ്ഞു ഇതിൽ വേണ്ട, ഇത് വേറെ മാസിക അയക്കാൻ കുറച്ചും കൂടെ പൈസ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനയക്കണം. അപ്പം മലയാള നാട് എന്ന് പറഞ്ഞ വാരിക അദ്ദേഹം പറഞ്ഞു തന്നു, അയച്ചു. അത് പബ്ലിഷ് ചെയ്ത് തന്നു. ഇങ്ങനെയാണ് എൻ്റെ കഥയുടെ വികാസം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കലാകൗമുദിക്ക് അയക്കും. കലാകൗമുദി പബ്ലിഷ് ചെയ്യും. കലാകൗമുദി എൻ്റെ ഒറ്റ കഥ പോലും തിരിച്ചയച്ചിട്ടില്ല. പക്ഷേ ഇതിനിടയിലൂടെ ഞാൻ മാതൃഭൂമിക്ക് അയക്കും. ആദ്യത്തെ 2-3 കഥകളൊക്കെ മാതൃഭൂമി എനിക്ക് 3-4 കഥകൾ അന്നത്തെ ഗോവിന്ദനുണ്ണി എന്ന് പറഞ്ഞ സബ് എഡിറ്റർ എനിക്ക് അയച്ചു തരും, തിരിച്ചയക്കും. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അയക്കുന്നൊക്കെ പറയും. ഇതിൻ്റെ ആദ്യത്തെ പേജിൽ ഇവർ ചുവന്ന വരി കൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ പകർത്തിയിട്ട് കലാകൗമുദിക്ക് മലയാള നാടിന് അയച്ചു കൊടുക്കും. എനിക്ക് 25 രൂപയ്ക്ക് പ്രതിഫലം കിട്ടും. അന്ന് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ് അത്. അങ്ങനെ ഇതിൽ സാഹിത്യം കഥ എഴുതി കഴിഞ്ഞിട്ട് കിട്ടുന്ന വരുമാനത്തിൽ പൈസ എന്നാണ് ഞാൻ വീട്ടിലൊക്കെ കൊടുക്കും. അത്യാവശ്യം ഫീസൊക്കെ അടക്കും. ഇങ്ങനെയാണ് എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കഥ മാതൃഭൂമി ആഴ്ചപ്പേരിൽ ആദ്യമായിട്ട് അച്ചടിച്ച് വരുന്നത്. അങ്ങനെ മാതൃഭൂമി ആഴ്ചപ്പേരിൽ നല്ല ബന്ധം ഉണ്ടായത് എനിക്ക്. മാതൃഭൂമി ആഴ്ച വെച്ചാൽ ഒരു തവണ 2 ലക്കമായിട്ടൊരു കഥ വന്നു. അതിൻ്റെ പ്രതിഫലം കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് മാത്രം എൻ്റെ ഫ്രണ്ട് ബാലകൃഷ്ണൻ. ഇപ്പം ഞാൻ വൈകുന്നേരം ഒരു ദിവസം നേരെ കോളേജ് വിട്ടുന്നതിന് മുമ്പാണോ അല്ലെങ്കിൽ ഞാൻ ബാലകൃഷ്ണനെയും കൂട്ടിയിട്ട് ടൗണിൽ പോയി. അവനും കുറച്ച് പൈസ കൊടുക്കണം, എനിക്കും കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഇത് പ്രതിഫലം കിട്ടിയാൽ നേരത്തെ കിട്ടണമെങ്കിൽ, ഇത് കിട്ടണമെങ്കിൽ ഒരു 4 മാസമൊക്കെ എടുക്കും. 4 ആഴ്ച 5 ആഴ്ച കഴിയും തോന്നുന്നു. കുറേ ഉണ്ട്. ആ ചെക്കാണ്ട് വരിക, അത് ബാങ്കിൽ കൊടുക്കണം, പിന്നെ 2 ദിവസം കുറേ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ മാതൃഭൂമി നേരിട്ട് പോയിട്ട് പെർമിഷൻ വാങ്ങി ആ മുകളിൽ പോയി. ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്, നല്ല അവർ ഒരു പേര് ചോദിച്ചപ്പോൾ ഞാൻ രഘുനാഥ് പല്ലേരി എന്ന് പറഞ്ഞപ്പോൾ അവർ ആ കഥ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാനൊരു ചെറിയ പയ്യനായിട്ടാണ് അവരൊക്കെ എടുത്തത്. എന്നോട് മുകളിൽ പോയാൽ മതി, മുകളിൽ പോയാൽ അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു.
ഞാൻ മുകളിൽ പോയി. അവിടെ പോയി ഞാനങ്ങനെ പരിഭ്രമിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കഥ എഴുതിയതിൻ്റെ പബ്ലിഷ് ചെയ്തതിൻ്റെ പ്രതിഫലം പെട്ടെന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ചോദിച്ചു എന്താ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. അപ്പോൾ അയാൾ ചിരിച്ചു. ഏത് കഥ വെച്ചു? താവളം തേടി എന്നാണ് ആ കഥയുടെ പേര്. 2 ലക്കമായിട്ടാണ് വന്നത്. അന്ന് ഒരു കഥയ്ക്ക് 35 രൂപയാണ് തരുന്നത്. എനിക്ക് തരാം അങ്ങനെ. അപ്പോൾ ഇയാൾ നേരെ എന്നെ കൊണ്ടുപോയി മുമ്പിൽ നിർത്തുന്നത് MTയുടെ മുമ്പിലാണ്. അപ്പോൾ MT വാസുദേവൻ എനിക്ക് നേരത്തെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ കുറച്ച് ഇപ്പുറം മാറിയിട്ട് കൊട്ടാരം റോഡിലെ ആണ് അദ്ദേഹത്തിൻ്റെ വീട്. എന്നോട് ഇരിക്കാൻ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ MT അധികം സംസാരിക്കുന്നില്ലല്ലോ. പക്ഷെ അന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന മനുഷ്യനായിരുന്നു. സംസാരിക്കാണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ മനുഷ്യനെ. നല്ല സ്നേഹമാണ് അദ്ദേഹത്തിന്. ഒരു പ്രത്യേക ഒരു പരിവേഷമാണ്. അപ്പം ഞാൻ അദ്ദേഹം സത്യം പറഞ്ഞു, എനിക്കും ബാലകൃഷ്ണൻ കുറച്ച് പൈസ വേണം. ഇപ്പം ആ പൈസ കിട്ടുകയാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് പറഞ്ഞതെന്നുള്ളത്. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എഴുന്നേറ്റു. കുറച്ച് ഇങ്ങനെ എഴുന്നേറ്റിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് പോയി. ഇങ്ങനെ കൊണ്ടുപോയി. ഞാൻ വെച്ച് ചീത്ത വിളിക്കാനോ ദേഷ്യപ്പെടാനൊക്കെ കൊണ്ടുപോയിരിക്കുന്നു വിചാരിച്ച്. പക്ഷെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി നിർത്തുന്നത് അവിടെ ആ കസലൻ്റെ മുമ്പിൽ ഒരാൾ കസലൻ്റെ മുകളിലേക്ക് 2 കാലും വെച്ച് കയറി ഇരുന്നിട്ട് കുന്തിച്ചിരുന്നിട്ട് എന്തോ വരക്കുകയാണ്. അദ്ദേഹം വിളിക്കുകയാണ്, തിരുമേനി ഇതാണ് രഘുനാഥ് പലേരി. അദ്ദേഹം ആണ് നമ്പൂതിരി, ചിത്രകാരൻ നമ്പൂതിരി, ഇല്ലസ്ട്രേറ്റർ നമ്പൂതിരി. എന്നെ നോക്കി എന്തൊരു ചൈതന്യമാണ് ആ മനുഷ്യൻ്റെ മുഖത്ത്. അത് എന്നെ നോക്കിയിട്ട് ഞാൻ ഇയാളെ എനിക്ക് ഇയാളെ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പുതിയ കഥയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക, ഇല്ലസ്ട്രേഷൻ വരച്ചുകൊണ്ടിരിക്കുക. ആ കഥയുടെ പേര് ഒരു തിര പിന്നെയും തിര, അങ്ങനെയാണ്. അപ്പം എന്നോട് പറയും. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ വാസുവേട്ടൻ്റെ അടുത്താണ് ഞാൻ ചെല്ലുന്നത്. കഥയുടെ പ്രതിഫലം ചോദിച്ചുകൊണ്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? എൻ്റെ കയ്യും പിടിച്ച് അദ്ദേഹം കൊണ്ടുനിർത്തുന്നത് നമ്പൂതിരിയുടെ മുമ്പിലാണ്, തിരുമേനിയുടെ മുമ്പിലാണ്. അദ്ദേഹം വിളിക്കുന്നത് തിരുമേനി എന്നാണ്. എന്നോട് പറയാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹം ആ തിരുമേനി എൻ്റെ കഥയുടെ ഇല്ലസ്ട്രേഷനാണ് വരക്കുന്നത്. ഇതിൻ്റെ ഒന്നും അത്ഭുതമോ അല്ലെങ്കിൽ ചൈതന്യമോ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ആ സമയത്ത്. ഞാൻ നോക്കുമ്പോൾ ഈ തിരുമേനി വരക്കുന്നത് കാണണം. ഒരു സ്ത്രീനെ വരക്കുകയാണ്. ആ സ്ത്രീ ചന്തിയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നത്, ഇങ്ങനെ വട്ടട്ട് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെയൊക്കെ പോയിട്ട് ഇതായിട്ട് പിന്നെ അവിടെ ഒരാൾ വരക്കണം. ആ ആൾക്കൊരു കണ്ണട കൊടുക്കുകയാണ് തിരുമേനി. അത് എന്നെ കണ്ണട വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു സ്കെയിൽ കൊണ്ടൊരു ഇങ്ങനെ വരച്ചിട്ട് ഇത് ഞാൻ കാണുകയാണ്. ഈ മനുഷ്യൻ തൊട്ട മുൻപിലുള്ള ആളോട് എന്തോ പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തണം. അദ്ദേഹമാണ് AS. ഒരേ 2 മഹാപ്രതിഭകൾ, 3 മഹാപ്രതിഭകളെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അത്ഭുതമോ ഇതൊന്നും എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് ആ പൈസ ഫണ്ട് താഴത്ത് ബാലകൃഷ്ണൻ കാത്തു നിൽക്കുന്നുണ്ട് പുറത്ത്. ഇതിനിടയിൽ ഒരാൾ വന്നിട്ട് എന്തോ എൻ്റെ അടുത്ത് ഒരു പേപ്പർ ഒപ്പിടിച്ചു, ഒരു വൗച്ചർ. ഞാൻ ഒപ്പിട്ടു. ഒരു കടലാസിൽ പൊതിഞ്ഞ കുറച്ച് ഫണ്ട് വാസുവേട്ടന് കൊടുത്തു. വാസുവേട്ടൻ അത് എൻ്റെ കീശയിൽ ഇങ്ങനെ തിരികെ വെച്ചു. ഞാൻ അവിടെ തന്നെ നിൽക്കണം. അദ്ദേഹം ഡിസപ്പിയറായി. വാസുവേട്ടൻ പോയി. ഞാൻ കണ്ടിട്ടില്ല എങ്ങോട്ടാണ് പോയെന്ന്. കുറച്ച് നേരം നിന്ന് കുറച്ച് സംസാരിച്ച് ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ അവസാനം അവരോട് തൊഴുതിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു വരുമ്പോൾ എനിക്ക് വാസുവിനടുത്ത് പോകാൻ പോലും തോന്നിയിട്ടില്ല. ഞാൻ നേരെ ധൃതിയിൽ താഴത്തിറങ്ങി നോക്കുമ്പോൾ ബാലകൃഷ്ണൻ കാത്തിരിക്കുന്നു. ബാലകൃഷ്ണൻ കീശന്ന് പൈസ വെച്ച് പറഞ്ഞു കിട്ടിയിടാന്ന് പറഞ്ഞ് അവന് വേണ്ട പൈസ കൊടുത്തു. അപ്പോഴാണ് ഞാൻ കാണുന്നത് 70 രൂപയുണ്ടായിരുന്നു. 2 ലക്കമായിട്ട് വന്നതുകൊണ്ട് 35, 70 രൂപയാണ്. എനിക്ക് 70 രൂപ അന്ന് വലിയൊരു എമൗണ്ടാണ്. എനിക്ക് ബാലകൃഷ്ണന് കൊടുക്കാനും പറ്റി. ഞാൻ ബാലകൃഷ്ണനെ മുറുക്കി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മനസ്സിലായില്ലേ? ബാലകൃഷ്ണൻ പിന്നീട് വയനാട്ടിലൊരു പ്രിൻസിപ്പലായിട്ടൊക്കെ ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തു. അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. അവരും ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അത് ഞാൻ കഥ പറയുന്നു. ഇങ്ങനെ വന്ന് ബാസുവേട്ടനായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകും. പിന്നെ മാതൃഭൂമിയുടെ ആ ഓഫീസ് അവിടെ നിന്ന് അവർ പുതിയൊരു ഓഫീസിലേക്ക് മാറ്റി. അവിടെ വെച്ചിട്ടാണ് അപ്പോഴേക്കും ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറൊക്കെ ആയി. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് വാസുവിന് വായിക്കാൻ കൊടുക്കുന്നത്. അത് ഞാൻ മുകളിൽ പോയിട്ടാണ് പോയിട്ട് കൊടുക്കുന്നത്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന്. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ട്രാൻസ്ലേറ്റ് ചെയ്തു. അവസാനം അങ്ങനെ വന്ന് ഈ പടം ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ FFCക്ക് അയക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് 2,25,000 രൂപയാണ് എൻ്റെ ലോൺ.
അതൊക്കെ ഞാൻ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനെന്നെ സഹായിച്ച നിവാസ് എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫറാണ്. പക്ഷേ 2250 രൂപ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഫീസായിട്ട് അടക്കണം. എന്നിട്ട് ഇത് സാങ്ഷൻ ആയാൽ മാത്രമേ എനിക്കിത് പൈസ കിട്ടുള്ളൂ. അതുവരെ ഞാൻ എവിടേക്ക് എത്തിച്ചു. പക്ഷെ എന്നെ അച്ഛൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് 2000 രൂപ തരാൻ വേണ്ടിയിട്ടും ഒരാൾ തയ്യാറായി, ഇതിലൊരു ചാൻസ് അഭിനയിക്കാൻ വേണ്ടി തയ്യാറായിട്ട്. പക്ഷെ അയാൾക്ക് ഞാൻ കടമായിട്ടാണ് വാങ്ങുന്നത്. അവിടെ വെച്ച് ഞാൻ നിർത്തിയത്. ഈ കഥ ഞാൻ പിന്നീട് ഈ സ്ക്രിപ്റ്റ് ഞാനൊരു നോവലറ്റാക്കി. അതിൻ്റെ പേരാണ് സ്വപ്നങ്ങളിൽ ചുഴലി വീശുന്നു. ഈ കഥ ഞാൻ അയച്ചു കൊടുത്തു കലാകൗമുദിക്ക്. അത് പബ്ലിഷ് ചെയ്തു വന്നു. ആ കഥയ്ക്ക് ഒരുപാട് റിവ്യൂസ് കിട്ടി. അങ്ങനെ ആ കഥ കഴിഞ്ഞു. ഞാൻ പിന്നെ സിനിമയിലൊക്കെ കടന്നു. 25 വർഷങ്ങൾക്ക് ശേഷം, 25ഓളം വർഷങ്ങൾക്ക് ശേഷം കമൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു കഥ തരുമെന്ന്, സ്ക്രിപ്റ്റ് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കഥ പറയാൻ തോന്നി. ഞാൻ ഈ കഥ പറഞ്ഞു. അപ്പോൾ കമൽ പറഞ്ഞു, ഞാനത് വായിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം എഴുതിയ തിരക്കഥ നോവലറ്റാക്കി മാറ്റി. ആ നോവലറ്റിൽ നിന്ന് വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതാണ് മധുരനൊമ്പരക്കാറ്റ്. മധുരനൊമ്പരക്കാറ്റ് തുടക്കം എവിടെയാന്ന് വെച്ചാൽ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഇത് എഴുതിയതാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഒരു സിനിമയും പെട്ടെന്ന് പൊട്ടിമുളക്കുന്നതല്ല. എവിടെയോ ആണ് അതിൻ്റെ തുടക്കം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതും എഴുതുമ്പോൾ രണ്ടാമതൊരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതുകയല്ലേ. അപ്പോൾ എനിക്ക് ഒരു എൻ്റെ തന്നെ ഒരു കഥയെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കമലല്ലേ ചെയ്യുന്നത്, കമലിൻ്റെ വിഷ്വൽ സെൻസ് അപാരമാണ്. അവൻ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു സെൽഫിഷ്നെസ് ഉണ്ടാവും എനിക്ക് തന്നെ അത് കാണാനുള്ളൊരു ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ ആ സിനിമ കൊണ്ട് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ബിജു മേനോൻ്റെയും സംയുക്തയുടെയും പ്രണയം. അവരതിന് മുമ്പ് തന്നെ ഏതൊരു സിനിമയിലാണ് അത് അതിൻ്റെ തുടക്കം കൊടുക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതെന്താ, പക്ഷെ ആ പ്രണയം ആ സക്സസ് ആവുന്നതും പിന്നെ ഇതേ ബിജു മേനോൻ എൻ്റെ അച്ഛനായിട്ട് ഞാൻ ലളിതം സുന്ദരത്തിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നതും അതിൻ്റെ കാരണക്കാരനായിട്ട് ബിജു മേനോൻ പിന്നീട് മാറുന്നതൊക്കെ എന്നെ വല്ലാതെ കോരിത്തരിപ്പിക്കുന്ന കാര്യങ്ങൾ. ജീവിതം ഭയങ്കര സുന്ദരമല്ലേ, നമുക്ക് എന്തൊക്കെ ആലോചിക്കാനുണ്ട്. ഇനി ഒരുപാട് കഥകൾ എഴുതണം, തിരക്കഥകളും ആകണം. ഇതിലെ ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് ഒരു സിംഗിൾ സ്പേസ് ആണല്ലോ. ആ സ്പേസിൽ നിന്നുകൊണ്ട് ഈ കഥയ്ക്ക് ടെമ്പോ ഉണ്ടാക്കാൻ പറ്റും, ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴും പാട്ട് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. ആ കുട്ടി വന്നിട്ട് ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്, പ്രിയമൃതയുടെ ക്യാരക്ടർ വന്നിട്ട് ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. ഇത് നമ്മളൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ ഡിറ്റക്റ്റീവ് പണി. അതിൻ്റെ ഒബ്സർവേഷൻസിൽ തന്നെ ഞാൻ കഥയ്ക്കുള്ളിലായി ഈ സാധനം കണ്ടേ പറ്റുമോ എന്ന് പറയുന്ന ഒരു മൂഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും നമ്മുടെ ബുദ്ധിയെ ഈ പറയുന്ന രീതിയിലുള്ള ഒബ്സർവേഷൻസ് സാറിന് കൂടുതലാണ്? കാരണം ആ കുട്ടി മഴയത്ത് വന്ന് കയറുമ്പോൾ ഞാൻ ശരിക്കും ഉള്ളിലായിക്കഴിഞ്ഞു, ആ സിനിമയ്ക്ക് ഉള്ളിലായിക്കഴിഞ്ഞു. ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കട്ടിൽ ഒരു മുറി, ഇത് തിരിച്ചു പറയാത്തത് എന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഈ കോൺവെർസേഷൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കും. ഇതിലെ കട്ടിലൊരു വലിയ ക്യാരക്ടറാണ്, ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ ഒരു അമ്മ രൂപമാണ് ഒരു മുറി എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും കട്ടിൽ പ്ലേസ് ചെയ്യുന്നത് ഒരു മുറിയിലാണ്. പക്ഷെ അതല്ല ഈ കഥ, അതല്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. അത് കാണണം, കണ്ടാലേ നിങ്ങൾക്കതിന് വേറെ പല ഡയമെൻഷൻസും കിട്ടും എന്നാണ് എൻ്റെ വിചാരം, എൻ്റെ പ്രതീക്ഷ അതാണ്. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, അതിനകത്തുണ്ട്. ഞാൻ ഈ പടം കാണുന്നത് ഒരു ഫ്രഷ് പടമായിട്ടാണ്. എൻ്റെ സ്ക്രിപ്റ്റ്, ഏത് സ്ക്രിപ്റ്റും നമ്മൾ സിനിമയാക്കുന്നതോടുകൂടി ആ സിനിമയിൽ വിലയം പ്രാപിക്കും. പിന്നെ തിരക്കഥയില്ല, വാസ്തവത്തിൽ മൊത്തം ആ സിനിമ മാത്രമേ ഉള്ളൂ. അപ്പം അത് അങ്ങനത്തെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫീലിംഗ് ഈ പടത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കണക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഈ പടം കണക്ട് ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണക്ട് ചെയ്യപ്പെടും. ഒരു പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് സാറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനകത്ത് കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പടം കാണുക. സാറിൻ്റെ കോൺവെർസേഷനിൽ ഞാൻ വിട്ടുപോയ സിനിമകളൊക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കാം. പക്ഷേ ഈ സമയത്തിനുള്ളിൽ നമുക്കത് ഉൾപ്പെടുത്താൻ കഴിയാത്തതാണ്. പിന്നൊരിക്കൽ നമുക്ക് ഇരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. നന്ദിയുണ്ട് സാർ സംസാരിക്കാൻ. താങ്ക് യു.